20,000 വോട്ടിന്റെ ഒരു 70-60% വോട്ടും ഇന്ത്യ അലയൻസിന്റെ വോട്ടാവാനുള്ള സാധ്യതയുണ്ട്. യാദവ കമ്മ്യൂണിറ്റി അത്ര ഏരിയകളിൽ നിന്നാണ്, മുസ്ലിം കമ്മ്യൂണിറ്റി അത്ര ഏരിയകളിൽ നിന്നാണ് വോട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വ്യാപകമായ പരാതി ഈ പ്രചാരണ ഘട്ടത്തിൽ നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. അപ്പൊ ഈ യുവാക്കളുടെ വിഷയം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് വലിയ വിഷയമാണ്. തൊഴിലില്ലായ്മ, അവികസിതമായ വലിയ രീതിയിലുള്ള ഇടങ്ങൾ. അപ്പൊ ഇതിലേക്ക് പ്രശാന്ത് കിഷോർ വലിയ രീതിയിൽ ഫോക്കസ് കൊടുക്കുമ്പോൾ ഇത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ അലയൻസിന് കിട്ടേണ്ട വോട്ടുകളായിരുന്നു. അത് ഒരു കട്ടാവുകയാണ്. അത് നിതീഷ് കുമാർ വെല്ലുവിളി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് 2020 അതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് കോവിഡിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലെ ചെറുപ്പക്കാർ ഇതര ഡൽഹിയിലും മറ്റ് പല സ്റ്റേറ്റുകളിലും ട്രെയിന് പോലും കിട്ടാതെ കുടുങ്ങിക്കിടന്നതിന് അന്ന് രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കിയിരുന്നു. സമാനമായി 10,000 രൂപ എന്നുള്ളത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദീപാവലി, ബീഹാറിലെ പ്രധാന ചാട്ട് പൂജ ഉൾപ്പെടെയുള്ള സമയങ്ങൾ ഇതുപോലുള്ള 10,000 രൂപ ഇലക്ഷന്റെ അടുത്ത ദിവസങ്ങളിൽ കിട്ടുമ്പോൾ അത് വലിയ രീതിയിൽ സ്വാധീനിക്കും. അത് അവിടെ നിന്ന് ഒരു കണക്ഷൻ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞ യുവാക്കളിലെ ഒരു ഏരിയയെ ആ സ്ത്രീ വോട്ടർമാർക്ക് ഏച്ചാക്കി നിതീഷ് കുമാറിലേക്ക് എത്തിക്കുന്നതും ഇതിനോടനുബന്ധമായി നമുക്ക് കാണുന്ന ഒരു വോട്ടിംഗ് പാറ്റേണായി മാറാൻ സാധ്യതയുണ്ട്. ആ ഗണത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ LJP ഒരു പ്രധാന ഫാക്ടറാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 37% ഇരു മുന്നണികൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. കേവലം 0.3% ഡിഫറൻസ് ആയിരുന്നു. 12,000 വോട്ടെണ്ണത്തിന്റെ ഡിഫറൻസ് കൊണ്ടാണ് ഭരണം മാറിപ്പോയത്. സ്റ്റേറ്റിന്റെ കാര്യം അത് ഒരു വല്ലാത്തൊരു മാറ്റമാണ്. അന്ന് LJP പുറത്ത് NDA പുറത്ത് മത്സരിച്ചപ്പോൾ കൃത്യമായി 30 സീറ്റിനടുത്താണ് JDUവിന് നഷ്ടപ്പെട്ടത്. നിതീഷ് കുമാറിന്റെ ഒരു പിന്തുണയോട് കൂടിയാണ് കേന്ദ്രത്തിൽ ഭരണം തുടരുന്നത് എന്നുള്ളത് കൊണ്ട് ആ വലിയ രീതിയിലുള്ള ഒരു റിസ്കിലേക്ക് BJP പോവില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യ പാരമ്പര്യത്തിന്റെ ആഘോഷവും ഏറ്റവും വലിയ മനോഹാരിതയുമാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളാണെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഏറെ ആവേശത്തോടു കൂടിയാണ് ഇന്ത്യക്കാർ ഈ തെരഞ്ഞെടുപ്പുകളെ സമീപിക്കാറുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും വരുന്ന പ്രീപോൾ സർവേകൾ, തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുറത്തു വരുന്ന എക്സിറ്റ് പോളുകൾ, രാഷ്ട്രീയ പ്രവചനങ്ങൾ, രാഷ്ട്രീയ സാധ്യതകൾ എന്നിവയ്ക്കെല്ലാം ഇന്ത്യയിൽ ഈ രാജ്യമൊട്ടുക്കും പ്രേക്ഷകരുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ തെരഞ്ഞെടുപ്പ് പ്രവചന രംഗത്തേക്ക് കടന്നു വരാത്തത് തങ്ങളുടെ പ്രവചനം പാളിപ്പോയാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഓർത്ത്. എന്നാൽ ഇത്തരം പ്രത്യാഘാതങ്ങളെ ഭയപ്പെടാതെ വളരെ കൃത്യതയോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പ്രവചിക്കുന്ന ഒരു മലയാളി യുവാവ് 2020 മുതൽ കേരളത്തിൻ്റെ ശ്രദ്ധ നേടുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളുടെ വരെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. കോഴിക്കോട് നാദാപുരം സ്വദേശിയായ CP റാഷിദാണ് ആ യുവാവ്. ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മുതൽ 2020 മുതൽ വളരെ കൃത്യതയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്തി വരുന്ന റാഷിദിന് ചിലപ്പോഴെല്ലാം പാളിപ്പോയിട്ടുണ്ട്. ആ പാളിച്ചകളുടെ പേരിൽ വ്യാപകമായ അധിക്ഷേപങ്ങളും അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ഇന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ വിശകലനങ്ങൾക്കായി നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത് ശ്രീ CP റാഷിദാണ്. ഹാർദവം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ലേ ആദ്യത്തെ ഒരു പ്രവചനം, പരസ്യപ്പെടുത്തിയ ഒരു പ്രവചനം എന്ന് പറയുന്നത്? അതെ, 2020 ഡൽഹി അസംബ്ലി ഇലക്ഷൻ ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. അതിലെ കൃത്യതയായിരുന്നു, അതിൽ നിന്നുള്ള തുടർച്ചയായിരുന്നു ഇതുവരെയുള്ള യാത്രയിൽ ഒരു പ്രത്യേകത പലപ്പോഴും സീറ്റുകളുടെ എണ്ണം മാത്രമല്ല, വോട്ട് ഷെയറുകൾ കൂടി താങ്കൾ കൃത്യമായി അപഗ്രഥിച്ച് പറയാറുണ്ട്. അത് ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ വിവിധ അന്യ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഈ വോട്ട് ഷെയറിനെ കുറിച്ചുള്ള ഒരു അപഗ്രഥനത്തിലേക്ക് താങ്കൾ എത്തുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ഇത് രണ്ടും ഒരേപോലെയാണ്. വോട്ട് ഷെയറിന്റെ ഒരു ഏരിയ കിട്ടുമ്പോഴാണ് ഈ ഭൂരിപക്ഷത്തിലും സീറ്റ് എണ്ണത്തിന്റെ ഒരു കൃത്യതയിലേക്ക് ഞാൻ എത്തുന്നത്. ഒന്നും മാറ്റി നിർത്തപ്പെടുന്നില്ല. അതിന് നമ്മളേതായ ഒരു വ്യക്തിപരമായി നമ്മൾ കുറെ കാലമായിട്ടും രാഷ്ട്രീയ വാർത്തകളും മറ്റും കണ്ട് അതേപോലുള്ള പല ഘടകങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് പോയത്. ഡൽഹി അത് തുടർച്ചയായി കുറേയേറെ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പരിപൂർണമായ കൃത്യതയായിരുന്നു. പിന്നീട് ചില ഹരിയാന തെരഞ്ഞെടുപ്പ് പോലെ ചേലക്കര ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങൾ ഇപ്പോഴും അലവലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതെ, തീർച്ചയായും. താങ്കൾ ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിലാണെന്ന് തോന്നുന്നു താങ്കൾ വ്യാപകമായി ആദ്യമായി അധിക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, അതുമായി എല്ലാം ബന്ധപ്പെട്ട് അതിനുള്ള സംശയങ്ങൾ സജീവമാകുകയാണ്. എന്നിരുന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ, സീറ്റ് എണ്ണത്തിന്റെ കാര്യത്തിൽ താങ്കൾക്കൊരു പാളിച്ച പറ്റിപ്പോയി. എവിടെയാണ് പിഴച്ചത് എന്ന് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്?
അതൊരു വലിയ എഫേർട്ടാണ്. രാജ്യം മൊത്തം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലക്കുള്ള ഒരു ശ്രമമാണിത്. എല്ലാ തെരഞ്ഞെടുപ്പ് ഫലപ്രവചനങ്ങളും വലിയ രീതിയിലുള്ള എഫേർട്ട് അതിലൊപ്പം മുന്നോട്ട് പോക്കാണ്. ഇപ്പൊ രാജ്യത്ത് മൊത്തം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംഭവിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ചെറിയ വേരിയേഷൻസ് തന്നെയാണ് സീറ്റ് എണ്ണത്തിൽ. എനിക്ക് മാത്രമല്ല, എക്സിറ്റ് പോളുകൾക്കും മറ്റുള്ള വലിയ രീതിയിലുള്ള വിശകലന വിദഗ്ധന്മാർക്കും പറ്റിയത് തന്നെയാണ്. 300-നടുത്ത് സീറ്റ് ഞാൻ BJPക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സീറ്റ് എണ്ണത്തിൽ അത് കുറഞ്ഞു വന്ന് കോൺഗ്രസിന്റെ കുറച്ചുകൂടി ഇന്ത്യ അലയൻസിന്റെ കുറച്ചുകൂടി മുന്നോട്ട് വരവാണ് നമ്മൾ കണ്ടത്. പക്ഷെ അത് ആ സീറ്റ് എണ്ണത്തിലുള്ള ഒരു വേരിയേഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പരിപൂർണമായ കൃത്യതയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഡൽഹി, കേരള അസംബ്ലി ഇലക്ഷൻ, അതിനുശേഷം കർണാടക, പുതുപ്പള്ളി, അങ്ങനെ 7ഓളം തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ഞാൻ പൊതു ഇടത്തിലേക്ക് കൂടുതൽ അറിയാൻ വന്നത്. അപ്പൊ അതിനുശേഷം എനിക്കൊരു ഒരു അതിനുശേഷം നമ്മുടെ ഗ്രാഫ് നിലനിർത്തുക എന്നുള്ളത് ആ ഒരു ഘട്ടത്തിലാണ് രാജസ്ഥാൻ, തെലങ്കാന, മധ്യപ്രദേശ് അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള കൃത്യത നമുക്ക് കിട്ടുന്നത്. അതും കഴിഞ്ഞാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സീറ്റിന്റെ എണ്ണത്തിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിലും വടകര എന്റെ ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ പരിപൂർണമായ കൃത്യത എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അല്ല, തീർച്ചയായും CP റാഷിദിന്റെ പ്രവചനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവചനം എന്ന് പറയുന്നത് വടകരയിൽ ഷാഫി പറമ്പിലിന് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രവചിച്ച ആ ഒരു പ്രവചനമായിരുന്നു. പക്ഷെ താങ്കൾ വലിയൊരു റിസ്ക് അല്ലേ എടുത്തത്? കാരണം നമ്മുടെ സംസ്ഥാനത്തുള്ള പ്രമുഖ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ട സർവേകളിൽ ശൈലജ ടീച്ചർക്ക് ചെറിയ എഡ്ജ് പ്രവചിച്ചിരിക്കുകയായിരുന്നു. നേരിയ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചറുടെ വിജയം അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പറയുന്നിടത്താണ് ഫലപ്രഖ്യാപനത്തിന് മുമ്പേ താങ്കൾ ഷാഫി പറമ്പിൽ 1 ലക്ഷം വോട്ടിന് വിജയിക്കുമെന്ന് പ്രവചിച്ചു. അത് അത്തരത്തിലൊരു കണക്കൂട്ടൽ പിഴച്ചോ എന്നൊരാശങ്ക ആ പ്രവചനം പങ്കുവെക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു? ആ തരത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ അത് വടകരയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിൽ തന്നെ, അതിനപ്പുറം ചില രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു. അത് 2 ഹൈ പ്രൊഫൈലുകളായിരുന്നു, ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും. ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇടത് കേന്ദ്രങ്ങൾക്ക് തോൽവി എന്നുള്ളത് അംഗീകരിക്കാൻ പോലും പറ്റാത്ത ഒരു ഘട്ടത്തിൽ അതിൻ്റെതായ ഒരു പ്രഷർ എനിക്കും ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഏതൊരു തെരഞ്ഞെടുപ്പ് നമ്മൾ പ്രവചിക്കുമ്പോഴോ റിസൾട്ട് വരുന്നത് വരെ ആളുകൾക്ക് ആകാംക്ഷയാണ്. ആളുകൾക്ക് അത് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായ ഒരു രീതിയിലേക്ക് മാറുമെങ്കിലും വടകര എന്നെ സംബന്ധിച്ചിടത്തോളം സൈബർ അറ്റാക്ക് വലിയ രീതിയിൽ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ വടകരയോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ വരുന്നത് വരെയുള്ള ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഞാൻ പറയാത്ത ഒരു പ്രവചനം, KT ജലീലും PK ഫിറോസും 2021 മത്സരിച്ച തവനൂർ മറ്റായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഫേക്ക് കാർഡുകൾ സൈബർ ഇടത്തിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വരെ വിജയം പ്രവചിച്ച് PK ഫിറോസ് ആയിരുന്നില്ല, പുറമ്പിലിന്റെ വിജയം ഞാൻ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രവചിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് സൈബർ ഇടത്തിൽ വലിയ രീതിയിൽ കൊണ്ടുപോയി അതിന്റെ തുടർച്ചയെന്നോണം വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപങ്ങള്, വലിയ ഭീഷണികളൊക്കെ അന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വീണ്ടും എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് 1 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം എന്ന് ഒരു കണക്കിലേക്ക് എത്തിയപ്പോൾ വേണ്ട, കണക്ക് ശരിയായ മതിയിലോ, ഒരു 50,000 വരെ ഇട്ടാൽ പോരെ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നതാണ് ഞാൻ ചോദിച്ചത്. പലതരത്തിലുള്ള ചിന്തകൾ വരും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കാൽക്കുലേഷൻ പല ഒരു കണക്കിൽ എപ്പോഴും താങ്കളുടെ കണക്കിൽ 1 ലക്ഷം ഉണ്ട്, റിസ്ക് കുറയ്ക്കാൻ ഒരു 50,000-ലേക്ക് ഇട്ടാൽ മതിയാകുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നോ? അങ്ങനെ ചിന്തിച്ചില്ല. നമ്മൾ എന്ത് വരുന്നോ അതങ്ങ് ഇടുകയാണ്. അതാണ്. പിന്നെ തെറ്റിപ്പോയത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്. എനിക്കൊന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ താങ്കൾക്ക് പിഴച്ചത് ചേലക്കരയിൽ മാത്രമാണെന്ന്, അല്ലേ? ബാക്കിയെല്ലാം കൃത്യമായ ഭൂരിപക്ഷം പോലും ഏകദേശം ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ എക്സിറ്റ് പോളുകളെക്കാൾ കൃത്യതയോടുകൂടി പ്രവചിക്കാൻ സാധിച്ചു. ചേലക്കരയിലെ പരാജയത്തിന് BJPയുടെ മുന്നേറ്റം തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് താങ്കൾ പിന്നീട് ഒരു കുറിപ്പിൽ വിശദീകരിക്കുകയും ഉണ്ടായി. ഇനിയിപ്പോ ബീഹാറിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ ഫോളോ ചെയ്തിരുന്നല്ലോ, അല്ലേ? എന്താണ് താങ്കളുടെ, കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് നമുക്കറിയാമല്ലോ 2020 നടന്ന ഒരു ഇഞ്ചോടിഞ്ച് തെരഞ്ഞെടുപ്പായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഫോട്ടോ ഫിനിഷ് ആയിരുന്നു. ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് പ്രശാന്ത് കിഷോർ കടന്നു വരുന്നു. ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്. കൃത്യമായ മുന്നൊരുക്കത്തോടെ ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളിൽ 2-3 വർഷമായി പദയാത്രകൾ നടത്തി ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. ചില ഏജൻസികൾ 10%-ലധികം 15% വരെ വോട്ട് ഷെയർ പ്രശാന്ത് കിഷോറിന് ഉണ്ടാകുമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബീഹാർ സത്യത്തിൽ ഒരു നേർക്കുനേർ പോരാട്ടത്തിന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ? ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 2025 ബീഹാർ തെരഞ്ഞെടുപ്പിലുള്ള പുത്തൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന 2 ഫാക്ടറാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് പ്രശാന്ത് കിഷോറാണ്, മറ്റേത് SIR ആണ്. ഇത് 2 ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആദ്യമായ ബീഹാർ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന 2 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ SIR-നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
ഏകദേശം 50 ലക്ഷം വരെ വോട്ട് കട്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, 65 ലക്ഷം വരെ വോട്ട് കട്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു 45-50 ലക്ഷം തന്നെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 243 അസംബ്ലി സീറ്റുകളിലേക്ക് അത് മാറ്റിയാൽ 20,000-അടുത്ത് വോട്ടുകൾ കട്ടായിട്ടുണ്ട്. അതേപോലെ 25 ലക്ഷത്തോളം പുതുതായി വോട്ടുകളും ഏഡായിട്ടുണ്ട്. അപ്പൊ ഈ 20,000-അടുത്തുള്ള വോട്ടിനെ നമ്മൾ നോക്കിയാൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന വിവാദങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ഈ 20,000 വോട്ടിന്റെ ഒരു 70-60% വോട്ടും ഇന്ത്യ അലയൻസിന്റെ വോട്ടാവാനുള്ള സാധ്യതയുണ്ട്. യാദവ് കമ്മ്യൂണിറ്റി, അത്ര ഏരിയകളിൽ നിന്നാണ് മുസ്ലിം കമ്മ്യൂണിറ്റി, അത്ര ഏരിയകളിൽ നിന്നാണ് വോട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വ്യാപകമായ പരാതി ഈ പ്രചാരണ ഘട്ടത്തിൽ നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. അപ്പൊ ആ തരത്തിൽ വോട്ട് കട്ടാവുമ്പോൾ ഒരു ഭാഗത്ത് വോട്ട് നഷ്ടം ഇവരെ സംബന്ധിച്ച്, ഇന്ത്യ അലയൻസിനെ സംബന്ധിച്ചുണ്ട്. പിന്നെ ഏടാവുന്ന വോട്ടുകൾ ഒരു നോർമൽ റേഞ്ചിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 30-35-38% നോർമൽ റേഞ്ചിൽ ഒരു സാധാരണ അതിന്റെ വോട്ട് ഗ്രാഫ് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ അലയൻസിനാവാം ഒരു 40%. അതൊരു നോർമൽ റേഞ്ചാണ്. അത് ഇവിടെ എഫക്റ്റീവ്. ഈ വോട്ട് കട്ടായതും പുതുതായി കടന്നു വന്ന വോട്ടിന്റെ അകത്തും ഈ പറയപ്പെടുന്ന രീതിയിലാണ് സംഭവിച്ചതെങ്കിൽ ഇന്ത്യ അലയൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും അത്. പിന്നീട് വരുന്നത് പ്രശാന്ത് കിഷോറാണ്. പ്രശാന്ത് കിഷോർ ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ ചർച്ച ചെയ്യുമ്പോഴും പരിശോധിക്കുമ്പോഴും എപ്പോഴും മുന്നോട്ട് നിൽക്കുന്നത്. പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ രാഷ്ട്രീയമാണ്. 3 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ വലിയൊരു എഫേർട്ട് ഉണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ ആൾക്കൂട്ടവും പ്രചരണവും ഒക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും പ്രശാന്ത് കിഷോർ ആത്യന്തികമായി വോട്ട് കട്ടാക്കുക ആരുടേത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അവിടെ നമ്മൾ പ്രശാന്ത് കിഷോറിനെ ഡീപ്പായി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രശാന്ത് കിഷോർ എന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കിയാൽ പോലും യാദവ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്രശാന്ത് കിഷോർ പ്രചരണം നടത്തുന്നതും ഈ സീമാഞ്ചൽ മേഖല അതുപോലുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അലയൻസിന് വോട്ട് കിട്ടുന്ന ഇടങ്ങളിലാണ്. ഒപ്പം പ്രശാന്ത് കിഷോറിന് ഇടയ്ക്ക് ഇപ്പൊ മത്സരിച്ചില്ലെങ്കിലും പ്രശാന്ത് കിഷോർ മത്സരിക്കാൻ ശ്രമിച്ചത് പോലും രാഘവ്പുരി, ഈ തേജസ്വി യാദവിന്റെ ലാലു കുടുംബം നിരന്തരമായി മത്സരിച്ചു വരുന്ന സീറ്റിലേക്കാണ് ഫോക്കസ് ചെയ്ത് അത് മത്സരിച്ചില്ലെങ്കിലും ആ തരത്തിൽ ഒരുപാട് ഘടകങ്ങൾ. പിന്നെ പ്രശാന്ത് കിഷോറിന്റെ നിശിതമായ വിമർശനങ്ങൾ ഈ ഇരു മുന്നണികളിലെ ആളുകൾക്കെതിരെ ഉയർത്തുമ്പോഴും ചില ഇടങ്ങളിലേക്ക് സോഫ്റ്റ് കോർണർ പ്രശാന്ത് കിഷോർ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ പരമാവധി ഒഴിഞ്ഞു മാറുകയോ നരേന്ദ്രമോദിയുടെ ഗ്രാഫിനെ എത്തുന്ന തരത്തിലോ പ്രതികരിക്കുന്നില്ല. പിന്നീട് വരുന്നത് നിതീഷ് കുമാറിനെ കുറിച്ചാണ്. നിതീഷ് കുമാറിനെ കുറിച്ച് ചോദിക്കുമ്പോഴും ആള് വ്യക്തിപരമായി നല്ലൊരാളാണ്, ആ രീതിയിലുള്ള ഒരു സോഫ്റ്റ് കോർണർ. പിന്നീട് കാണിക്കുന്നത് ചിരാഗ് പാസ്വാനെ കുറിച്ചാണ്. ചിരാഗ് പാസ്വാനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രശാന്ത് കിഷോർ കൊടുക്കുന്ന മറുപടി താങ്കൾ ശ്രദ്ധിച്ചു കാണും. പ്രശാന്ത് കിഷോർ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് ചിരാഗ് പാസ്വാൻ ദേശീയ രാഷ്ട്രീയത്തിലാണ്, സ്റ്റേറ്റിൽ വലിയ വാല്യൂ ഇല്ല. ആ തരത്തിൽ അവരെ 3 ആളുകളെ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ പ്രശാന്ത് കിഷോർ നിശ്ചിതമായ BJP വിമർശനവും മറ്റും നടത്തുന്നുണ്ട്. അപ്പൊ ഇത് ഫലത്തിൽ ഇതിൽ വോട്ടിംഗ് ഏരിയയിലേക്ക് മാറുമ്പോൾ ഈ BJPക്ക് കിട്ടേണ്ട വോട്ടുകളെ കട്ട് ചെയ്യാൻ പ്രശാന്ത് കിഷോറിന് വലിയ രീതിയിൽ കഴിയുന്ന ഒരു സാഹചര്യമില്ല. നേരെ മറിച്ച് പ്രശാന്ത് കിഷോർ നിരന്തരം BJP വിരുദ്ധത മീൻസ് BJP സ്റ്റേറ്റ് ലെവലിലുള്ള ഉപമുഖ്യമന്ത്രിക്കെതിരെയുള്ള വലിയ വിമർശനങ്ങൾ അടക്കം നടത്തുമ്പോൾ ഇന്ത്യ അലയൻസിലേക്ക് കിട്ടേണ്ട വോട്ടുകളെ പ്രശാന്ത് കിഷോർ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് പ്രശാന്ത് കിഷോറിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ നെഗറ്റീവായി ബാധിക്കുക ഇന്ത്യ അലയൻസിനെ തന്നെയാണെന്നാണ്. അതിന് ഇലക്ട്രലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ബൈ ഇലക്ഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് പലയിടത്തിലും അതേപോലെ തന്നെ അവിടെയും ചില ബൈ ഇലക്ഷൻസ് 4ഓളം ബൈ ഇലക്ഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആ 4 ബൈ ഇലക്ഷൻസിന്റെ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ ഈ ഇന്ത്യ അലയൻസിന് RJDക്കാണ് വോട്ട് കട്ടായി കാണുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു പാറ്റേൺ ഓഫ് ഗ്രാഫിൽ നമ്മൾ പ്രശാന്ത് കിഷോർ ഇന്ത്യ അലയൻസിനെ അടിക്കാനുള്ള നല്ല സാധ്യതയാണ്. പിന്നെ പ്രശാന്ത് കിഷോർ BJPക്കെതിരെ ഉയർത്തുന്ന ഇത്തരം ആരോപണങ്ങളിൽ ആകർഷകരാവുക പെട്ടെന്ന് എളുപ്പം ഈ ഇന്ത്യ അലയൻസിന്റെ കോൺഗ്രസിന്റെ വോട്ടുകളാണ്. കോൺഗ്രസിന്റെ വോട്ടിനൊരു അടിസ്ഥാനം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ബേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ BJPക്ക് അത് ഉള്ളത് കൊണ്ടും മതപരമായ മറ്റും ബേസ് ഉള്ളത് കൊണ്ടും BJPയുടെ വോട്ട് പ്രശാന്ത് കിഷോറും രാജ്യത്തെ പല ആളുകളും BJPയെ വിമർശിക്കുന്നത് പോലെയുള്ള ഒരു വിമർശകനായി മാറുകയും അതിൽ ആകർഷകരായ ഇന്ത്യ അലയൻസിന്റെ വോട്ട് ഷിഫ്റ്റ് അങ്ങോട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയാണുള്ളത്. താങ്കൾ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു വരുന്നത് സർക്കാർ വിരുദ്ധ വോട്ടുകൾ പ്രശാന്ത് കിഷോറിലൂടെ ഭിന്നിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് താങ്കൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. BJPയെ വിമർശിക്കുമ്പോൾ സർക്കാരിനെതിരായി വികാരമുള്ള വോട്ടർമാർ പ്രശാന്ത് കിഷോറിലേക്ക് വോട്ട് വിടുമ്പോൾ അത് NDAയെ ബാധിക്കും. ഇവിടെ വേറൊരു പ്രശ്നമുള്ളത് നമുക്കറിയാലോ. പ്രശാന്ത് കിഷോറിനെ രാഷ്ട്രീയത്തിൽ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ ഉപാധ്യക്ഷനായിരുന്ന ആളാണ്. പിന്നീട് നിതീഷ് കുമാറുമായി തെറ്റിപ്പിരിഞ്ഞു പോയതാണ്. സ്വാഭാവികമായും നിതീഷിന്റെ വോട്ട് ബാങ്കുകളിൽ പ്രശാന്ത് കിഷോർ ഒരു ഇളക്കമുണ്ടാക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നില്ല. ആ തരത്തിൽ ഒരു സ്വാധീനം നിതീഷിന്റെ പാർട്ടിയിൽ ഉണ്ടായില്ല. കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അധ്യക്ഷൻ മറ്റുമായി എന്നുള്ളതിനപ്പുറം
ആ തരത്തിലുണ്ടായിരുന്നു. നേരെ മറിച്ച് പ്രശാന്ത് കിഷോർ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രശാന്ത് കിഷോർ കാണിച്ച ഒരു വൈദഗ്ധ്യം എന്ന് പറയുന്നത് ഈ പ്രചാരണത്തിന്റെ ഈ നമ്മൾ പറയും ഇന്ത്യയിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന മുദ്രാവാക്യങ്ങൾ പ്രശാന്ത് കിഷോറിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫോക്കസ് ചലിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് തൊഴിലില്ലായ്മയായിരുന്നു. കഴിഞ്ഞ 2020 ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവ് വലിയ രീതിയിൽ ഫോക്കസ് കൊടുത്ത ഏരിയ ആയിരുന്നു തൊഴിലില്ലായ്മ, ബീഹാറിൽ നിന്നുള്ള തൊഴിലിന് വേണ്ടി ഇതര സംസ്ഥാനത്തേക്കുള്ള പലായനം. ഇതിലൊക്കെ പ്രശാന്ത് കിഷോറാണ് ഈ പ്രാവശ്യം ഗോൾ അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുവാക്കളുടെ വിഷയം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് വലിയ വിഷയമാണ്. തൊഴിലില്ലായ്മ, അവികസിതമായ വലിയ രീതിയിലുള്ള ഇടങ്ങൾ. അപ്പൊ ഇതിലേക്ക് പ്രശാന്ത് കിഷോർ വലിയ രീതിയിൽ ഫോക്കസ് കൊടുക്കുമ്പോൾ ഇത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ അലയൻസിന് കിട്ടേണ്ട വോട്ടുകളായിരുന്നു. അത് ഒരു കട്ടാവുകയാണ്. അത് കട്ടാവുമ്പോൾ ഒരു ഭാഗം കൃത്യമായി പ്രശാന്ത് കിഷോർ കൊണ്ടുപോകുന്നു, ഒരു ഭാഗം ഇതിലേക്ക് നിൽക്കും, മൂന്നാമതൊരു ഭാഗം ഈ യൂത്തിന്റെ റിലീജിയസും മതപരമായ താല്പര്യമുള്ളവർ BJP-യിലേക്ക്, 3 അത് പോകും. ഫലത്തിൽ അതിന്റെ ആത്യന്തിക റിസൾട്ടിൽ അത് BJP-ക്ക് NDA-ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യാനുള്ള സാധ്യത തന്നെയാണ്. അവിടെയും മറ്റൊരു ചോദ്യമുള്ളത്, പ്രശാന്ത് കിഷോർ താങ്കൾ പറയുന്നത് പോലെ വോട്ട് ഭിന്നിപ്പിക്കുമെന്ന് പറയുമ്പോൾ മറ്റൊരു സംശയമുള്ളത്, അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ശരിയാണ്. പ്രീ പോൾ സർവേകളിൽ 10% ബീഹാറിലെ ജനത പ്രശാന്ത് കിഷോറിനെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ചിരാഗ് പസ്വാനെയും പ്രശാന്ത് കിഷോറിനെയും 10% പേർ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുകയാണ്. അങ്ങനെ നായകനില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് വോട്ടർമാർ എത്തിച്ചേരും. അത് അദ്ദേഹം വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാവുക, തെരഞ്ഞെടുപ്പിൽ എന്താണെന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. പ്രശാന്ത് കിഷോർ മത്സരിക്കാത്തത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു അരങ്ങേറ്റത്തിലുള്ള ഒരു പോരായ്മ തന്നെയാണ്. പക്ഷെ പ്രശാന്ത് കിഷോർ മത്സരിക്കാത്തത് കൊണ്ട് മാത്രം അദ്ദേഹം ചില കാരണങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഈ സ്റ്റേറ്റിൽ മൊത്തം 240 സീറ്റിലേക്കും നിരന്തരം യാത്ര ചെയ്യേണ്ടത് കൊണ്ട് ഒരു മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം മത്സരിക്കാത്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം വിശ്വസിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നോ 1-2 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മൾ ഈ നിതീഷ് കുമാറിന്റെയും നരേന്ദ്രമോദിയുടെയും പ്രചരണം അവിടെ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ വോട്ടർ അധികാര യാത്ര നടത്തിയെങ്കിലും 2ാം ഘട്ടത്തിൽ തീക്ഷ്ണമായ പ്രചരണ സമയത്ത് വളരെ കുറവേ വന്നിട്ടുള്ളൂ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് തേജസ്വി യാദവ് ആണെന്നാണ് റിപ്പോർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് നിതീഷ് കുമാറിനോ മോദിക്കോ ചിരാഗ് പസ്വാനോ പ്രശാന്ത് കിഷോറിനോ ആകർഷിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ജനക്കൂട്ടത്തെ തേജസ്വി യാദവ് ആകർഷിക്കുന്നുണ്ട്. അത് ഭാവിയുടെ ഒരു പ്രതീക്ഷയായി തേജസ്വിയെ കാണുന്നത് കൊണ്ടാകുമോ? തെരഞ്ഞെടുപ്പിൽ ആൾക്കൂട്ടം ബീഹാറിൽ ഈ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഈ രാഹുൽ ഗാന്ധിക്കും ഈ പറഞ്ഞ തേജസ്വി യാദവിനും എല്ലാം ഉണ്ട്. ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും യോഗങ്ങളും വലിയ രീതിയിൽ തന്നെ കാണുന്നുണ്ട്. പക്ഷെ അത് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്താവും എന്നുള്ളതിൽ നമുക്ക് ഒരു മാനദണ്ഡമാക്കി എടുക്കാൻ കഴിയില്ല. കൃത്യമായ കണക്കുകളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ അലയൻസിന്റെ സ്ട്രെങ്ത് അതൊക്കെയാണ്. ആ ഗണത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ LJP ഒരു പ്രധാന ഫാക്ടറാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 37% ഇരു മുന്നണികൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. കേവലം 0.3% ഡിഫറൻസ് ആയിരുന്നു. 12,000 വോട്ടെണ്ണത്തിന്റെ ഡിഫറൻസ് കൊണ്ടാണ് ഭരണം മാറിപ്പോയത്. സ്റ്റേറ്റിന്റെ കാര്യം അത് ഒരു വല്ലാത്തൊരു മാറ്റമാണ്. അന്ന് LJP പുറത്ത് NDA-ക്ക് പുറത്ത് മത്സരിച്ചപ്പോൾ കൃത്യമായി 30 സീറ്റിനടുത്താണ് JDU-ന് നഷ്ടപ്പെട്ടത്. അത് വോട്ട് കണക്കിൽ കൃത്യമായി കാണാൻ കഴിയും. അതേപോലെ 3-4 സീറ്റിൽ LJP കയറി വരേണ്ട ഇടങ്ങളിലും JDU-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കട്ടാക്കിയിട്ട് ഫലത്തിൽ NDA-ക്ക് ഒരു 30-35ഓളം സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് തേജസ്വി യാദവിന് കഴിഞ്ഞ പ്രാവശ്യം വലിയ സീറ്റ് കൂടുകയും കോൺഗ്രസിന് കീപ്പോട്ട് പോയപ്പോഴും തേജസ്വി പ്രസാദ് യാദവിന്റെ പാർട്ടി വലിയ രീതിയിൽ മുന്നോട്ട് വന്നിരുന്നു എന്നുള്ള ചർച്ചകൾ നടന്ന് ഫലത്തിൽ അന്ന് തന്നെ ഈ LJP ഫാക്ടറാണ് തേജസ്വിക്ക് RJDക്ക് സീറ്റ് എണ്ണത്തിൽ വളർച്ച കാണിച്ചത്. അതൊരു ഫാക്ടർ തന്നെയായിരുന്നു. അപ്പൊ താങ്കൾ പറയുന്നതനുസരിച്ച് രാംവിലാസ് പസ്വാന്റെ മകന് ഇപ്പോഴും 6% വരുന്ന പസ്വാൻ വോട്ടുകളെ ഏകീകരിക്കുവാനും തന്റെ കുടക്കീഴിൽ നിർത്തുവാനും സാധിക്കുന്നുണ്ട്. അത് BJP സഖ്യത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും സ്വതന്ത്രമായിട്ടാണെങ്കിലും. അപ്പോൾ താങ്കൾ പറയുന്നത് ഈ പസ്വാൻ വോട്ടുകൾ കഴിഞ്ഞ തവണ ഭിന്നിച്ച് NDA-ക്ക് പുറത്തു പോയത് ഇവിടെ എത്തുന്നതുകൊണ്ട് അത് NDA-ക്ക് വലിയ കുതിപ്പ് നൽകുമെന്ന ഒരു വിലയിരുത്തലിലേക്കാണല്ലോ താങ്കൾ എത്തുന്നത്. അപ്പം മറുഭാഗത്ത് നമുക്കറിയാമല്ലോ, ഈ ബീഹാറിലെ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു മുസ്ലിം യാദവ് കോമ്പിനേഷനാണ്. അതിനെ മറുഭാഗത്ത് നിതീഷ് കുമാറും NDA-യും നേരിടാൻ ഉദ്ദേശിക്കുന്നത് മഹിള യുവ, രണ്ടും MY കോമ്പിനേഷൻ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഈ മഹിളകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ, ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 1,40,00,000 1,40,40,000 കോടി രൂപ ചെലവഴിച്ച് 1,40,00,000 സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം സർക്കാർ നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ അത് നിതീഷിനെ എല്ലാ കാലത്തും സംരക്ഷിച്ചിട്ടുള്ളത് സ്ത്രീ വോട്ടർമാരാണ്.
ബീഹാറിൽ പുരുഷന്മാരെക്കാൾ വോട്ട് കണക്കിൽ സ്ത്രീകളാണ് കൂടുതൽ വോട്ട് ചെയ്യുന്നത്. ഇത്തവണയും ആ ഒരു പിന്തുണ നിതീഷിന് കിട്ടുമോ? അത് നല്ല സാധ്യതയുള്ളത് തന്നെയാണ്. സാധ്യതയല്ല, അത് പരിപൂർണമായി കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ബീഹാറിലെ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ 2005 അധികാരത്തിലേറി 2006 തന്നെ ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ കൊടുത്ത ഇത് രാജ്യത്ത് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. പഞ്ചായത്തിൽ 50% വനിതകൾക്ക് സംവരണം കൊടുത്തു. അത് നടപ്പിലാക്കിയ ഒരു നിതീഷ് കുമാറാണ്. അന്ന് തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സൈക്കിള്, ആ തരത്തിലുള്ള സൗജന്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെയാണ് ഇന്ന് മുതിർന്ന വോട്ടർമാരായി മാറിയത്. അതേപോലെ ഈ നിതീഷ് കുമാറിന്റെ ഈ 10,000 രൂപ എന്നുള്ളത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദീപാവലി, ബീഹാറിലെ പ്രധാന ചാട്ട് പൂജ ഉൾപ്പെടെയുള്ള സമയങ്ങൾ ഇതുപോലുള്ള 10,000 രൂപ ഇലക്ഷന്റെ അടുത്ത ദിവസങ്ങൾ കിട്ടുമ്പോൾ അത് വലിയ രീതിയിൽ സ്വാധീനിക്കും. അത് അവിടെ നിന്ന് ഒരു കണക്ഷൻ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞ യുവാക്കളിലെ ഒരു ഏരിയയെ ആ സ്ത്രീ വോട്ടർമാർ കേച്ചാക്കി നിതീഷ് കുമാറിലേക്ക് എത്തിക്കുന്നതും ഇതിനോടനുബന്ധമായി നമുക്ക് കാണുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ ആയി മാറാൻ സാധ്യതയുണ്ട്. നിതീഷ് കുമാർ നടത്തിയ അത് നിതീഷ് കുമാറിന്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാം ഒരു പക്ഷേ അതിനെ ഒരു രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഇലക്ഷൻ പ്രഖ്യാപിച്ച തുടക്കത്തിൽ വലിയ ഓളം ഉണ്ടാക്കിയത് അതിനെ പറ്റ ഇരുത്തുന്ന തരത്തിലായിരുന്നു നിതീഷ് കുമാറിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഈ 10,000 രൂപ നേരിട്ട് ബീഹാറിൽ അങ്ങേയറ്റം അതിദാരിദ്ര്യമായ ഒരു വലിയൊരു വിഭാഗം വനിതകളിലേക്ക് എത്തിക്കുന്നത്. അത് വോട്ടായി കൃത്യമായി മാറും എന്നുള്ളത് തന്നെയാണ് ഈ വോട്ട് കണക്കിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇനി നമുക്ക് വോട്ടിംഗ് സാധ്യതകളെ കുറിച്ച് വരുമ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യം അല്ലെന്ന് പ്രതിപക്ഷ സഖ്യം മഹാസഖ്യത്തിലെ അണ്ടർ പെർഫോമർ ആയത് കോൺഗ്രസും NDAയിലെ അണ്ടർ പെർഫോമർ ആയത് നിതീഷ് കുമാറുമായിരുന്നു. അപ്പോൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സീറ്റ് എണ്ണത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? നിതീഷ് കുമാർ കഴിഞ്ഞ ഗ്രാഫിൽ നിന്ന് ഉയർന്നു വരാനുള്ള നല്ലൊരു സാധ്യത തന്നെയാണുള്ളത്. അത് നിതീഷ് കുമാർ നമ്മളിവിടെ കാണുമ്പോൾ ദീർഘകാലമായി നിൽക്കുന്ന ആളുകൾക്കെതിരെ ആന്റി ഗവൺമെന്റ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2020-നെയും 2025-ലെ ബീഹാർ തെരഞ്ഞെടുപ്പിനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നിതീഷ് കുമാർ വെല്ലുവിളി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് 2020-ലായിരുന്നു. അതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് കോവിഡിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലെ ചെറുപ്പക്കാർ ഇതര ഡൽഹിയിലും മറ്റ് പല സ്റ്റേറ്റുകളിലും ട്രെയിന് പോലും കിട്ടാതെ കുടുങ്ങിക്കിടന്നതിന് അന്ന് രാഷ്ട്രീയ പ്രചാരണം ആയുധമാക്കിയിരുന്നു. സമാനമായി അന്നുണ്ടായിരുന്ന വിഷയങ്ങളായിരുന്നു തൊഴിലില്ലായ്മയെ വലിയ രീതിയിൽ ചർച്ചയായത്. അതേപോലെ 3 കാർഷിക ബില്ലുകൾ അന്ന് രാജ്യത്ത് നടപ്പിലാക്കിയതിനു ശേഷം കർഷക സമൂഹത്തിലുണ്ടായ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയിലായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പാണ്. അത്തരത്തിൽ ആന്റി ഇൻകംബൻസി അന്നായിരുന്നു ഉണ്ടായത്. ഈ 2025-ലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു തുടർച്ചയായ 20 വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു സൈലന്റ് സ്വഭാവമുള്ള കുറച്ച് വോട്ടേഴ്സ് ഉണ്ടാവും എന്നുള്ളതിനപ്പുറം ഓവറോൾ ആന്റി ഇൻകംബൻസി എന്നുള്ള ഫാക്ടർ നിലവിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരു സാധ്യത പറഞ്ഞു കേൾക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അവര് ശിവസേനയെ ഒതുക്കുന്നു, NCPയെ പിളർത്തുന്നു. അപ്പോ ഇവിടെ ജനതാദളിനെ ഒതുക്കാനുള്ളൊരു നീക്കം സംസ്ഥാനത്ത് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും BJP വോട്ടുകൾ നിതീഷ് കുമാറിനെതിരായി ചോരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങ് വിലയിരുത്തുന്നുണ്ടോ? ഈ രാജ്യത്ത് തന്നെ BJP പല സ്റ്റേറ്റുകളിലും 2014-ന് ശേഷം അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളായിരുന്നു മഹാരാഷ്ട്രയും ബീഹാറും. അവിടെ ഈ അലയൻസിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് BJPക്ക് നഷ്ടമുണ്ടാവുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ. ആ അർത്ഥത്തിൽ അതിനെ ശിവസേന കൈകാര്യം ചെയ്ത് അവിടെ ഇപ്പോൾ BJP അധികാരത്തിൽ വന്നു. ബീഹാറിലും അതേപോലെയുള്ള ഒരു ലക്ഷ്യം കൃത്യമായി BJPക്ക് ഉണ്ട്, സംഘപരിവാര രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ അത് നിലവിൽ നിതീഷ് കുമാറിന്റെ ഒരു പിന്തുണയോട് കൂടിയാണ് കേന്ദ്രത്തിൽ ഭരണം തുടരുന്നത് എന്നുള്ളത് കൊണ്ട് ആ വലിയ രീതിയിലുള്ള ഒരു റിസ്കിലേക്ക് BJP പോവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ പല തരത്തിലുള്ള ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പുമായി നടക്കുന്നുണ്ട്. ഈ BJP 29 സീറ്റോളാണ് LJPക്ക് കൊടുത്തത്. അവരുടെ പാർട്ടി സ്ട്രെങ്ത് അനുസരിച്ച് അതിന് ഒരു സാധ്യതയില്ല എന്നുള്ള ഏതൊരു രാഷ്ട്രീയം കാണുന്ന ഏതൊരാൾക്കും അറിയാം. അത് BJP കുറച്ച് സീറ്റ് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചൊരു സ്വന്തം ഏരിയ 101 സീറ്റ് RJDക്കും ഇവരുമായിട്ട് ഷെയർ ചെയ്ത് 29 സീറ്റ് BJPയുടെ സീറ്റ് തന്നെയായിട്ട് അത് മാറ്റി. അപ്പൊ ആ തരത്തിലുള്ള ഒരു മുന്നേറ്റം അവർ കാണുന്നുണ്ട്. പക്ഷെ വലിയ രീതിയിലൊരു റിസ്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ വെട്ടാൻ എടുക്കുമോ എന്നുള്ളതിൽ സംശയമാണ്. അത് സീറ്റ് എണ്ണത്തിന്റെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും. തീർച്ചയായും നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ മുന്നണി മാറുന്നതിന് യാതൊരു ഒരു തടസ്സങ്ങളും അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. 20 വർഷം ബീഹാർ ഭരിക്കുന്നതിനിടയിൽ 4-5 വട്ടം മുന്നണി മാറിയിട്ടുണ്ട്. തേജസ്വി യാദവ് തന്നെ 2 വട്ടം നിതീഷ് കുമാറിന് ഉപമുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുമുണ്ട്. ഇനി നമ്മൾ സീറ്റ് സാധ്യതകളിലേക്കും സീറ്റ് കണക്കിലേക്കും വരുമ്പോൾ ബീഹാറിൽ ഏറ്റവും അധികം വോട്ട് ഷെയർ കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി ഏതായിരിക്കുമെന്നാണ് അങ്ങയുടെ വിലയിരുത്തൽ? അതിനെക്കുറിച്ച് ഞാനും ഒന്നുകൂടി അതിൽ കൃത്യമായി പഠിക്കുകയാണ്. ഇന്നത്തെ വോട്ടിംഗ് കൂടി കഴിയണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴും BJPയും തേജസ്വി യാദവിന്റെ പാർട്ടിയും തന്നെ ആയിരിക്കും അതിൽ
ഒന്നാം സ്ഥാനത്തേക്ക് സാധ്യത കൂടുതൽ. അതെ. രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും JDUവിന്റെ സാധ്യതകൾ. അവിടെ ഒരു പ്രശ്നം വരുന്നത് കോൺഗ്രസിന് എന്തുമാത്രം സാധ്യതകൾ ഉണ്ട് എന്ന് താങ്കൾ വിലയിരുത്തും? കോൺഗ്രസ് വലിയ രീതിയിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. അത് പല ഘടകങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമോ? അതിലൊരു താരതമ്യത്തിൽ വലിയ പ്രസക്തിയില്ല. ഒന്നുമില്ലായിരുന്നു. 15 സീറ്റുകളിലുള്ളത്. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് രാഹുൽ ഗാന്ധി ബീഹാറിനെ ഇളക്കി മറിച്ച് SIRന്റെ വിഷയം ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ടർ അധികാര യാത്ര നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിച്ചത്. ആ ഘട്ടത്തിൽ അതൊരു ബീഹാർ രാഷ്ട്രീയത്തെ രാഹുലിന്റെ തന്ത്രങ്ങൾ യേശുന്നില്ല എന്നാണോ ഇതിന്റെ അർത്ഥം? തുടക്കത്തിൽ ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് ഉള്ള വലിയ രീതിയിലുള്ള യാത്ര തന്നെയാണ് രാഹുൽ ഗാന്ധി ചെയ്തതും. അതിന് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ 1-2-3 പത്രസമ്മേളനങ്ങൾ, ആ തുടക്കത്തിലെ പത്രസമ്മേളനം അതും അനുബന്ധിച്ച് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടായിരുന്നു രാഷ്ട്രീയം രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞതെങ്കിൽ തേജസ്വി യാദവ് മറ്റൊരു പാറ്റേൺ ആണ് പിന്തുടർന്നത് പ്രചരണ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ വോട്ട് ചോരി എന്നുള്ളത് ബീഹാർ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം എഫക്റ്റീവും എന്ന് റിസൾട്ടിൽ അതൊരു ഫാക്ടറായി മാറും, വലിയ രീതിയിൽ ഫാക്ടറായി മാറുമെന്ന് ഞാൻ കണ്ടില്ല. അതൊരു നേരോ മാർജിൻ, പ്രത്യേകിച്ച് ഇടത് കേന്ദ്രങ്ങൾ, ആ തരത്തിലുള്ള ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഏരിയകളിലുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനതയാണ് ബീഹാർ എങ്കിലും എത്രത്തോളം ഈ റിസൾട്ടിൽ അത് എഫക്റ്റീവ് എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. ഈ ബീഹാർ രാഷ്ട്രീയത്തിൽ നിലവിൽ തേജസ്വി യാദവിന് നിതീഷ് കുമാറിനേക്കാൾ തലയെടുപ്പുണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്താൻ കഴിയും. കാരണം നമ്മൾ ഈ സർവേ ഫലങ്ങൾ കാണുമ്പോൾ, പ്രീപോൾ സർവേകളുടെ കാര്യം പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻഡിവിജ്വലി എടുത്തു നോക്കിയാൽ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് തേജസ്വി യാദവിനെയാണ്. ഒരു സർവേയിൽ തേജസ്വി യാദവിന് 39% ആളുകൾ പിന്തുണയ്ക്കുമ്പോൾ നിതീഷ് കുമാറിനെ കേവലം 19% ആളുകളാണ്. മറ്റൊരു സർവേയിൽ തേജസ്വി യാദവിനെ 33% ആളുകൾ പിന്തുണയ്ക്കുമ്പോൾ നിതീഷ് കുമാറിനെ 29% ആളുകളാണ് പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാറിനേക്കാൾ തലപ്പൊക്കത്തിലേക്ക് ലല്ലു പ്രസാദ് യാദവിന്റെ മകൻ എത്തിച്ചേർന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അത് യാദവ മുസ്ലിം വോട്ടിന്റെ സ്ട്രെങ്ത് ഇപ്പോഴും തേജസ്വി യാദവിന്റെ പാർട്ടിക്കുണ്ട്. അത് മാത്രമല്ല ഈ വ്യക്തിപരമായ മുഖ്യമന്ത്രി എന്നുള്ളത് ഗ്രാഫ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനദണ്ഡമല്ല. അത് പ്രശാന്ത് കിഷോറിനുണ്ട്. അത് അവരുടെ പാർട്ടി സെറ്റപ്പിന് മറ്റുള്ള ഗ്രാഫുകൾ നോക്കും വളരെ പുറകിലാണ്. ഈ ആര് മുഖ്യമന്ത്രി ആണെന്നുള്ള ഒറ്റ ചോദ്യത്തിലാണുള്ള ഉത്തരങ്ങളാണ് ആ വരുന്ന ഗ്രാഫുകൾ. അത് കൃത്യമാണെങ്കിൽ തന്നെ അതാണ് നിതീഷ് കുമാറിനുമായി താരതമ്യം ചെയ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ബീഹാറിലെ പ്രാദേശിക സംസ്ഥാനതല നേതാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും തലപ്പൊക്കമുള്ള തലപ്പൊക്കം ഇന്നും നിതീഷ് കുമാർ തന്നെയാണ്. 20 വർഷത്തോളം മുഖ്യമന്ത്രിയായി സ്ത്രീജനങ്ങളിലേക്കും മറ്റും വലിയ രീതിയിലുള്ള ഒരു ഇടം കൃത്യമായ, അത് ഏതൊരു സ്റ്റേറ്റിലും ഒരാൾ ദീർഘകാലം മുഖ്യമന്ത്രി ആകുമ്പോൾ വലിയൊരു ഗ്രാഫ്, വലിയൊരു ഹൈപ്പ് അവർക്കുണ്ട്. ആ ഹൈപ്പിനോട് എത്താൻ ഏത് തന്നെയാണ് തേജസ്വി പ്രസാദ് യാദവ് നിലവിൽ കഴിയില്ല. പിന്നെ അവരുടെ പാർട്ടി സ്ട്രെങ്ത്, അവരുടെ അലയൻസിന്റെ സ്ട്രെങ്ത്തിൽ ആളും മറ്റൊരു തലത്തിൽ പോപ്പുലർ തന്നെയാണ്. തേജസ്വി യാദവിന് വലിയൊരു തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നത് ഇപ്പം നരേന്ദ്രമോദി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും പ്രചരണ ഘട്ടത്തിൽ ഊന്നി പറയുന്നത് ലല്ലു പ്രസാദ് യാദവിന്റെ കാലത്ത് നടന്ന ജംഗിൾ രാജിനെ കുറിച്ചാണ്. ഈ ജംഗിൾ രാജ് ഇപ്പോഴും ബീഹാർ രാഷ്ട്രീയത്തിൽ സജീവമായ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് ദുരിതപൂർണമായ ഒരു ഓർമ്മയായിരുന്നു ബീഹാർ രാഷ്ട്രീയത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം. ജംഗിൾ രാജ്, ലാലു പ്രസാദിന്റെ കാലഘട്ടം അത് പറഞ്ഞ് ആ രാഷ്ട്രീയത്തിൽ സ്കോർ ചെയ്യുന്നതിൽ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകൾ BJP വിജയിച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ചില ആളുകളിലെങ്കിലും അത് സ്വാധീനവും ചെലുത്തും. ചില ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അതൊരു സാധ്യതയായി പരിഗണിക്കാനുള്ള നേരിയ അളവിലുള്ള സാധ്യതകൾ ഉണ്ടാവാം. അത് പാടെ തള്ളിക്കളയേണ്ട ഒന്നല്ല. അത് അത്രത്തോളം അതിനെ പ്രൊജക്ട് ചെയ്തെടുക്കുന്നതിൽ BJP വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി കൃത്യമായ ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ഘടകം എന്താണെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? അത് സ്ത്രീകളിലേക്കുള്ള 10,000 രൂപ നേരിട്ട് BJP NDA സർക്കാർ കൊടുത്തതും SIRഉം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രശാന്ത് കിഷോറിന്റെ വോട്ട് കട്ടർ, ഇതൊക്കെ തന്നെയാണ് ഈ റിസൾട്ടിനെ കുറിച്ച് അവസാനമായി ഗ്രാഫ് എടുക്കുമ്പോൾ നമ്മൾ മുന്നിലേക്ക് തെളിഞ്ഞു വരും. അതിൽ തന്നെ താങ്കൾ പറയുന്നത് സ്ത്രീകളിലേക്ക് 10,000 രൂപ കൊടുത്ത പദ്ധതി NDAക്ക് വലിയ രീതിയിൽ അനുകൂലമാകും എന്നാണ്. സ്ത്രീകളിലേക്ക് മാത്രമല്ല, 5 ലക്ഷം ചെറുപ്പക്കാർക്ക്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് മാസം 1,000 2,000 രൂപ നിശ്ചിത 2 വർഷത്തേക്ക് മറ്റോ കൊടുക്കുമെന്നുള്ള ഒരു വാഗ്ദാനം കൂടിയുണ്ട്. ആ തരത്തിൽ വാഗ്ദാനങ്ങളല്ല, ഇവിടെയാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ വാഗ്ദാനങ്ങളിലേക്കാണ് ആളുകൾ നേരിട്ട് ആളുകൾക്ക് കിട്ടുന്ന സാധ്യതകളിലാണ് ആൾക്കാർക്ക് താല്പര്യമുണ്ടോ. അത് അവിടെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയം രാജ്യത്ത് ഇത്തരത്തിലുള്ള സൗജന്യമായ ഫണ്ട് നേരിട്ട് കൊടുക്കുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഇരുന്നു പോകുന്ന ഒരിടം തന്നെയാണ് അത്.
പിന്നീട് അതിനെ കവച്ചു വെക്കുന്ന എന്ത് വാഗ്ദാനം? ഇവിടെ ഓരോ കുടുംബത്തിലും ജോലി സർക്കാർ ജോലിയാണ് ആ തേജസ്വി യാദവ്. വാഗ്ദാനം ഇതിനോട് പിടിച്ചു നിൽക്കില്ല. ഇത് ഇവിടെ ഓൾറെഡി എഫക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് വാഗ്ദാനമായി കിടക്കും. അതിൽ ജനങ്ങൾക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടാവും എന്നുള്ളത്. ഞാൻ വ്യക്തിപരമായി ഇവിടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ തെലങ്കാനയിൽ നമുക്കറിയാമല്ലോ, താങ്കൾ രേവന്ത് റെഡ്ഡിയുടെയും കോൺഗ്രസിന്റെയും വിജയം പ്രവചിച്ചു. ഇതുപോലെ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് കോൺഗ്രസും രേവന്ത് റെഡ്ഡിയും അധികാരത്തിലേക്ക് വന്നത്. അപ്പോഴും അവിടെ KCR കുറെ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു, സൗജന്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് സ്വാധീനിക്കുകയും ബീഹാറിൽ അത് സ്വാധീനിക്കാതെ വരികയും ചെയ്യുന്നത് തേജസ്വി യാദവ് കൊടുത്ത വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കാത്തതായതുകൊണ്ടാണോ? കാരണം എല്ലാ കുടുംബത്തിലെയും ഒരാൾക്ക് സർക്കാർ ജോലി എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കൽ എല്ലാം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തോന്നാവുന്ന ഒരു വാഗ്ദാനമായി അത് മാറിയിട്ടുണ്ട്. മറ്റത് ജനങ്ങൾ ചേർന്ന് നിൽക്കുന്ന വാഗ്ദാനമാണ്. അതേപോലെ നിങ്ങൾ കൊടുത്തത് തെലങ്കാനയിൽ കൊടുത്ത സർക്കാർ സൗജന്യങ്ങളുടെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇവിടെ കൊടുത്തത് ദീപാവലി, ഛഠ് പൂജ, ഇലക്ഷന്റെ നേരെ തലേ ദിവസമാണ്. അവിടെ ഒരു തുടർച്ചയായുള്ള സൗജന്യങ്ങളായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മാറ്റങ്ങൾക്ക് സാധ്യത, അതിന് വലിയ മാറ്റമുണ്ടെന്നാണ് ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരിക്കൽ കൂടി നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിക്കാം. തീർച്ചയായും ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോർ ഒരു ഫാക്ടറാണ്, SIR ഒരു ഫാക്ടറാണ്. SIR കൊണ്ട് ഉണ്ടാകുന്ന അപകടം പ്രതിപക്ഷ സഖ്യത്തിന്റെ വോട്ട് കുറയുന്നു എന്നതാണ്. പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യവും പ്രതിപക്ഷ സഖ്യത്തിന്റെ വോട്ട് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ വിഷയങ്ങളാണ്. അത് പ്രതിപക്ഷ സഖ്യത്തിന് ചെറിയ നേട്ടമുണ്ടാക്കുമെന്ന് വിലയിരുത്താൻ കഴിയുന്നതാണ്. നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇത്തരം തെരഞ്ഞെടുപ്പ് ചർച്ചയായ വിഷയങ്ങൾ ഉയർത്തുവാൻ തേജസ്വിയെക്കാളും രാഹുൽ ഗാന്ധിയെക്കാളും പ്രശാന്ത് കിഷോറിന് സാധിച്ചു എന്നുള്ളതാണ്. ഇനി NDAയുടെ ഗുണപരമായ ഘടകങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനൊന്നാമത്തേത് നാം നേരത്തെ പറഞ്ഞതുപോലെ 10,000 രൂപ വീതം എത്തിച്ച വിഷയം. സ്ത്രീകൾക്ക് ലല്ലുവിന്റെ ജംഗിൾ രാജിന്റെ കാലത്ത് നിന്ന് നിതീഷിന്റെ സ്ത്രീ സൗഹാർദ്ദ കാലത്തേക്ക് വരുമ്പോൾ ഒരു മാറ്റം, NDA സഖ്യത്തിൽ ഒരു ഐക്യം, ചിരാഗ് പാസ്വാന്റെ കടന്നുവരവ്, BJPയുടെ ദേശീയ തലത്തിൽ ഭരണം നിലനിർത്തുവാൻ നിതീഷ് കുമാറിന്റെ ആവശ്യകത എന്നീ ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ NDA കൂടുതൽ ഒറ്റക്കെട്ടായി നേരിട്ടു. പ്രതിപക്ഷത്തിന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന് അനുകൂലമായി വരേണ്ട ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചുപോയി എന്നെല്ലാമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്, താങ്കൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ ബീഹാറിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഞാൻ പരിപൂർണമായി സീറ്റെണ്ണമോ അങ്ങയുടെ പ്രവചനത്തിന്റെ രീതിയോ ചോദിക്കുന്നില്ല, മുൻതൂക്കമാർക്ക് എന്ന് മാത്രം ചോദിക്കുക. മുൻതൂക്കം നിലവിലെ സാഹചര്യത്തിൽ NDAക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത്. ഒരു തൂക്ക് സഭയ്ക്കുള്ള സാധ്യത താങ്കൾ കാണുന്നു? ഞാൻ കാണുന്നില്ല. പ്രശാന്ത് കിഷോറിന് ഒരു ഗെയിം ചേഞ്ചർ ആകുവാനോ കിങ് മേക്കർ ആ രീതിയിലുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. തൂക്ക് സഭയ്ക്കുള്ള ഒരു സാധ്യത ബീഹാറിൽ നിലവിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുമായി ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ബന്ധപ്പെട്ട് അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണങ്ങൾ കേരള സ്പീക്സിലൂടെ തന്നെ പ്രേക്ഷകർക്കായി ലഭ്യമാക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നന്ദി പറയുന്നു. സന്തോഷം.